കാര്യം പറയാനുള്ളൂ. ഇനിയെങ്കിലും ഇതുപോലെ ഒരു പയ്യനോ അവന്റെ വീട്ടുകാർക്കോ ഇതുപോലെ അനുഭവിക്കേണ്ടി വരാതിരിക്കട്ടെ. മലയാള സിനിമാ ലോകത്ത് ഒരിക്കലും ഏറ്റവും കൂടുതൽ ചർച്ചയായത് രണ്ട് വാർത്തകളാണ്. ഒന്നാമത് കാവ്യ മാധവനും നിശാൽ ചന്ദ്രയും തമ്മിലുള്ള വിവാഹമോചനം, രണ്ടാമത് അതിനുശേഷമുള്ള കാവ്യയും ദിലീപും തമ്മിലുള്ള വിവാഹം. നടി ആക്രമിക്കപ്പെട്ട ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആ ഒരു കേസ് ഇങ്ങനെ ചർച്ചയായിരിക്കുന്ന ടൈമിൽ തന്നെ ഇപ്പോൾ നിശാൽ ചന്ദ്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിശാൽ ചന്ദ്രന്റെ ഭാര്യയുടെയും മക്കളുടെയും ചിത്രങ്ങളെല്ലാം നിശാൽ ചന്ദ്ര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. അത് വലിയ രീതിയിൽ വൈറലാകുമ്പോൾ കാവ്യയും നിശാലും തമ്മിലുള്ള പഴയ വേർപിരിയൽ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് വിവാഹമോചനത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ നിശാൽ പറഞ്ഞ ഒരു വാക്കാണ് ഇന്നും ആളുകൾ ഓർമ്മിക്കുന്നത്. ഇനിയെങ്കിലും ഇതുപോലെയുള്ള ഒരു പയ്യനും അവന്റെ കുടുംബവും ഞാൻ അനുഭവിച്ചതുപോലെ അനുഭവിക്കേണ്ടി വരാതിരിക്കട്ടെ എന്നായിരുന്നു ആ ഒരു പ്രതികരണം. എന്നാൽ മറുവശത്ത് കാവ്യ ഒരു അക്ഷരം പോലും പ്രതികരിക്കാതെ മാധ്യമങ്ങളുടെ കണ്ണടച്ച് സൈലന്റ് ആയിട്ട് മാറി നിന്നതാണ് അന്നത്തെ സ്ഥിതി. വിവാഹം കഴിഞ്ഞ് ഏകദേശം 5 മാസങ്ങൾക്ക് ശേഷം ഇരുവരും വിവാഹബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. ആ ടൈമിൽ തന്നെ കാവ്യ ഗാർഹിക പീഡനത്തിനും നിശാലിന്റെ കുടുംബത്തിനുമെതിരെ ഒരു കേസും നൽകിയിട്ടുണ്ടായിരുന്നു. 1.5 വർഷത്തോളം ആ കേസ് നീണ്ടുനിന്നു. ശേഷം ഉഭയസമ്മതത്തോടെ 2011 ഇവരുടെ വിവാഹമോചനം നടന്നു. അതോടൊപ്പം കാവ്യ ആ ഒരു കേസ് പിൻവലിക്കുകയും ചെയ്തു. ഇന്ന് കാവ്യയും ദിലീപിനോടൊപ്പമുള്ള ഒരു പോസ്റ്റ് പോലും ഇടുന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് കാണപ്പെടുന്ന കമന്റുകളാണ് മഞ്ജുവിന്റെ ജീവിതം നശിച്ചവൾ എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവ് പ്രതികരണങ്ങളാണ് ഉള്ളത്. അന്നത്തെ വിവാഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വിവാഹം ഒരു ഭീതി സ്വപ്നമായിരുന്നു എന്ന് നിശാൽ പറയുന്നുമുണ്ട്. എല്ലാം കഴിഞ്ഞതിൽ ദൈവത്തിന് നന്ദിയുണ്ടെന്നാണ് അന്ന് നിശാൽ ചന്ദ്ര പ്രതികരിച്ചത്. ഇന്ന് നിശാൽ കുടുംബസമേതം അമേരിക്കയിലാണ് താമസിക്കുന്നത്. ശാന്തിയും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത്. ഇരുവർക്കും 2 മക്കളാണുള്ളത്. സോഷ്യൽ മീഡിയയിൽ തന്റെ കുടുംബ ചിത്രങ്ങൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പങ്കുവെക്കാറുമുണ്ട്. ആ ചിത്രങ്ങൾക്ക് കീഴിൽ വരുന്ന കമന്റുകളോ നിശാൽ ചന്ദ്ര പിന്തുണയ്ക്കുന്നത്, അതായത് മനസ്സ് തുറന്ന് ചിരിക്കാനും സന്തോഷിക്കാനും ഏറ്റവും അർഹതയുള്ള ആളാണ് നിശാൽ എന്നുള്ള രീതിയിലുള്ള കമന്റ്സുകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ പ്രേക്ഷകർ എന്നൊരു മാധ്യമത്തിലല്ലാക്കിയിട്ടില്ലവർ ങ്ങൾക്കപ്പുറം പോലീസിന് ദിലീപിലേക്ക് എത്താൻ മതിയായ കാരണങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പൾസർ സുനി അടക്കം മുഴുവൻ പ്രതികളെയും പിടികൂടിയെങ്കിലും VIP ആയ ദിലീപ് അന്വേഷണ പരിധിക്ക് പുറത്തായിരുന്നു. ഏപ്രിൽ 18 പോലീസ് സമർപ്പിച്ച ആദ്യ കുറ്റപത്രത്തിലും ദിലീപ് ഉൾപ്പെട്ടിരുന്നില്ല. എല്ലാം സേഫ് എന്ന് കരുതിയ ഘട്ടത്തിലായിരുന്നു ആ കത്തിന്റെ വരവ്. കുന്നംകുളം സ്വദേശി സജിത്തിന്റെ വീട്ടിൽ നിന്നാണ് കത്ത് കണ്ടെത്തിയത്. ആധികാരികത ഉറപ്പിക്കാൻ സുനിയുടെ കൈയക്ഷരവുമായി ക്രൈംബ്രാഞ്ച് ഒത്തുനോക്കും. കൊട്ടേഷൻ നൽകിയത് ദിലീപ് എന്നതിന് വ്യക്തമായ സൂചനകളടങ്ങിയ കത്ത് പൾസർ സുനി സഹതടവുകാരനെ കൊണ്ട് എഴുതിച്ചതായിരുന്നു. പിന്നാലെ ദിലീപിന് ജയിലിൽ നിന്ന് 1.5 കോടി ആവശ്യപ്പെട്ട് സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു സനലിന്റെ ഫോൺ. കുരുക്കാകുമെന്ന് ഉറപ്പിച്ച ദിലീപ് DGPക്ക് മുന്നിൽ പരാതിയുമായി എത്തി. ഞാൻ ആ കത്ത് വായിച്ചിട്ട് ഇരുന്ന് ഇങ്ങനെ ഒന്നാമത് ചില വാക്കുകളുടെ ഞാൻ തിരിച്ചു വെച്ചത്. കാരണം ഞാൻ എന്റെ ലൈഫ് എന്റെ ഓർമ്മയിൽ കാണാത്ത ഒരാള് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്താ അതിനെ ഉത്തരം പറയാ? കാരണം അതങ്ങനെ വിടാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കേസ് എന്റെ കാര്യങ്ങൾ ശക്തമായിട്ട് തന്നെ പോലീസ് അന്വേഷണം, ഈ സത്യം പുറത്തു വരണം, അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും നമ്മൾ തയ്യാറാണ്. രാത്രി 12 മണിയായിട്ടും ഉച്ചയ്ക്ക് വന്നൊരാളെ കാണുന്നില്ല. അപ്പം എന്താണ് ഇതിനകത്ത് നടക്കുന്നത് നമുക്കൊരു അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ? ഞാൻ വിചാരിച്ചൊരു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പം ദിലീപ് വരുന്നതാണ്. അപ്പോഴറിയണം എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വന്നിട്ടില്ല, ഇത്ര സമയമായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പം എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് മാത്രം വന്നതാണ്. 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ദിലീപ് അന്ന് പുറത്തേക്ക്. തന്റെ പരാതിയിൽ മൊഴിയെടുത്തതാണെന്നും കോൺഫിഡന്റ് എന്നും മറുപടി. എന്റെ പരാതിയിൽ വിശദമായിട്ടുള്ള മൊഴിയെടുപ്പും ഈ കേസിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കും. വളരെ കോൺഫിഡന്റ് ആണ്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ നടൻ ദിലീപിന്റെ അറസ്റ്റിന് വഴിവെച്ചതിൽ ഏറ്റവും നിർണായകമായത് ജയിലിൽ നിന്ന് കേസിലെ 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ദിലീപിന് അയച്ച രഹസ്യ കത്തായിരുന്നു. എനിക്കിപ്പോൾ പണം വേണമെന്ന് നേരിട്ട് ആവശ്യപ്പെടുന്ന ഒരു കത്ത്. ദിലീപും സുനിയും തമ്മിൽ നടന്ന ക്രിമിനൽ ഗൂഢാലോചനയുടെ വ്യക്തമായിട്ടുള്ള സൂചനയായിട്ട് പോലീസ് അത് കണക്കാക്കി. ആദ്യം ഇരയ്ക്കൊപ്പം നിന്ന ദിലീപ് തന്നെ പിന്നീട് കേസിലെ മുഖ്യ പ്രതിയായത് എങ്ങനെയെന്നാണ് ഈ ഒരു കത്ത് തുറന്നു കാട്ടുന്നത്. കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് സുനി സഹതടവുകാരനായിട്ടുള്ള ജിഷ്ണു വഴി രഹസ്യമായിട്ട് കൊടുത്തയച്ച കത്ത് ദിലീപിനോടുള്ള സുനിയുടെ ആവശ്യങ്ങളും ഭീഷണികളും വ്യക്തമാക്കുന്നതായിരുന്നു അത്. എനിക്കിപ്പോൾ പൈസയാണ് ആവശ്യം. ചേട്ടനെ എന്റെ അടുത്തേക്ക് ഒരാളെ വിടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കത്ത് കിട്ടിക്കഴിഞ്ഞ് 3 ദിവസം ഞാൻ നോക്കും. ചേട്ടന്റെ തീരുമാനം അതിന് മുൻപ് എനിക്ക് അറിയണം. ഈ കേസിൽ പെട്ടതോടുകൂടി എന്റെ ജീവിതം തന്നെ അവസാനിച്ച പോലെയാണ്. എന്നെ വിശ്വസിച്ച് ഈ കൂട്ടത്തിൽ നിന്ന് 5 പേരെ എനിക്ക് സേഫ് ആക്കിയേ പറ്റൂ. നീ എന്നെ ഏൽപ്പിച്ച ആളുടെ പേര് പറയുകയാണ് നടി പോലും എന്നോട് മാപ്പ് പറയുമായിരുന്നു എന്ന് പലരും നിർബന്ധിക്കുന്നുണ്ട്.
സൗണ്ട് തോമ മുതൽ ജോർജേട്ടൻ പൂരം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഈ കത്ത് എഴുതാനുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാകുമല്ലോ. അല്ലെങ്കിൽ എന്റെ ജയിൽ നമ്പറിലേക്ക് ഒരു 300 രൂപ മണി ഓർഡർ അയക്കുക. മണി ഓർഡർ കിട്ടിയാൽ ഞാൻ വിശ്വസിച്ചോളാം ചേട്ടൻ എന്നെ എപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത്. ദിലീപുമായിട്ട് മുൻപ് നടത്തിയ ഇടപാടുകളെ കുറിച്ചും ജോർജേട്ടൻ പൂരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കണ്ടുമുട്ടിയതിനെ കുറിച്ചും സുനി കത്തിൽ സൂചിപ്പിച്ചതും ഗൂഢാലോചന നടന്നു എന്ന് പോലീസിന്റെ കണ്ടെത്തലിന് കൂടുതൽ ബലം നൽകിയത്. ഈ ഒരു കത്ത് കൂടാതെ ആക്രമിക്കപ്പെട്ട നടിയുടെ മൊഴിയും ദിലീപിന് വലിയ കുരുക്കായി. 2017 ജൂൺ 3 നൽകിയ മൊഴിയിൽ നടി വെളിപ്പെടുത്തിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. മഞ്ജു വാര്യരുമായുള്ള വിവാഹബന്ധം തകർന്നതിന് കാരണം താനാണെന്ന് ദിലീപ് സിനിമാ മേഖലയിൽ പ്രചരിപ്പിച്ചു. 2012 മുതൽ ദിലീപ് തന്നോട് കടുത്ത വൈരാഗ്യം വെച്ച് പുലർത്തിയിരുന്നു. തനിക്കെതിരെ നിന്നാൽ സിനിമാ മേഖലയിൽ തുടരാൻ അനുവദിക്കില്ല എന്നുള്ള ഭീഷണിപ്പെടുത്തി. ഈ വൈരാഗ്യമാണ് നടിക്ക് നേരെ ഉണ്ടായ ക്രൂരമായ ആക്രമണത്തിന് പിന്നിലെ പ്രധാന കാരണം എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. ദിലീപും പൾസർ സുനിയും തമ്മിൽ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് പോലീസിനെ കണ്ടെത്തൽ ശക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. കൊച്ചി ആബാദ് പ്ലാസ 2016 മാർച്ച് ഏപ്രിൽ ഒരു സ്റ്റേജ് ഷോയുടെ റിഹേഴ്സലുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ താമസിച്ചിരുന്ന ദിലീപുമായി ഹോട്ടലിലെ 410 നമ്പർ മുറിയിൽ വെച്ച് ഗൂഢാലോചന നടത്തിയതായിട്ട് സുനി സമ്മതിക്കുകയും ചെയ്തു. ഹോട്ടൽ ബില്ലുകളും സാക്ഷിമൊഴികളും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ 2017 ജൂലൈ 10 പ്രത്യേക അന്വേഷണ സംഘം ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും തനിക്കെതിരായിട്ടുള്ള കേസ് അടിസ്ഥാനമില്ലാത്ത ഒരു ഗൂഢാലോചനയാണ് എന്നുള്ള ദിലീപിന്റെ വാദം തള്ളിക്കൊണ്ടാണ് പോലീസിന്റെ നിർണായക നീക്കം. ഒന്നാം പ്രതി പൾസർ സുനിയും 8ാം പ്രതി ദിലീപ് അടക്കം 10 പേരുള്ള കേസിലെ ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ അതിശക്തമായിരുന്നു. ദാമ്പത്യ ബന്ധങ്ങളിലെ രഹസ്യങ്ങൾ പുറത്തായതാണ് കൊട്ടേഷൻ ആക്രമണത്തിന് കാരണമെന്നുള്ള പ്രോസിക്യൂഷൻ വാദമാണ് കേസിൽ വഴിത്തിരിവായത്. 2012 ദിലീപ് വീട്ടിൽ വെച്ചുണ്ടായ ഫോണിൽ മഞ്ജു വാര്യർ യാദൃശ്ചികമായിട്ട് കണ്ട മെസ്സേജുകൾ കാവ്യയുടേതാണെന്ന് തിരിച്ചറിയുകയും തുടർന്ന് ആക്രമിക്കപ്പെട്ട നടിയുടെ വീട്ടിൽ പോവുകയും ചെയ്തു. നടി മഞ്ജുവിനോട് ഈ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതാണ് ദിലീപിന് നടിയോട് കടുത്ത വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം. ഈ വൈരാഗ്യമാണ് കൊട്ടേഷൻ ആക്രമണത്തിന് കലാശിച്ചത് എന്നാണ് പ്രോസിക്യൂഷൻ സ്ഥാപിച്ചത്. എന്നാൽ തനിക്കെതിരായിട്ടുള്ള പ്രോസിക്യൂഷൻ വാദങ്ങളെ ദിലീപിന്റെ അഭിഭാഷകൻ ശക്തമായിട്ട് പ്രതിരോധിച്ചു. കൊട്ടേഷൻ ആരോപണം ശരിയല്ല, അതിന് തെളിവുമില്ല. വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. പോലീസ് കെട്ടിച്ചമച്ച കഥകളാണ് തനിക്കെതിരെ ഉന്നയിക്കുന്നതെന്നും വിവാഹമോചനത്തിന് നടി കാരണമായിരുന്നില്ല, തുടക്കം മുതൽ കേസുമായി ബന്ധമില്ല എന്ന് വാദിച്ച ദിലീപിന് വിധി നിർണായകമാകും. പൾസർ സുനിയുടെ കത്തിലെ എനിക്കിപ്പോൾ പണം വേണമെന്നുള്ള ആവശ്യം, ദിലീപിന്റെ മുൻ ഡ്രൈവറായ അപ്പുണ്ണി വഴിയുള്ള ഇടപെടലുകൾ, ഗൂഢാലോചന നടന്ന ഹോട്ടലുകൾ എല്ലാം കോടതിയുടെ പരിഗണനയിലാണ്. വിധി പുറത്തു വരുന്ന തിങ്കളാഴ്ച മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു പ്രധാന ദിവസമായി മാറുമെന്നതിൽ ഒരു സംശയവുമില്ല.